ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൊച്ചു കുട്ടികളുടെയൊക്കെ തലയിൽ പേൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളൊരു മാർഗ്ഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയോ എന്താ ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തുളസി ഇല പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് കൈയും കൂട്ടിത്തിരുമ്മി ഞെവിടി അതിൻ്റെ നീരെടുക്കുക. നീരെടുത്തതിന് ശേഷം തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ പേൻ വരാനുള്ള മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ 2-3 പ്രാവശ്യം തലയൊക്കെ കഴുകാതെ 2-3 ദിവസമൊക്കെ വെച്ചിരിക്കുമല്ലോ. ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ തല കഴുകാതിരിക്കുന്ന സമയത്ത് ചെളിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ പേൻ ഉണ്ടാവുന്നത്. പിന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരാളുടെ തലയിലുണ്ടെങ്കിൽ വേറൊരാളുടെ തലയിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ ഒന്നും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ തല നമ്മളൊരു ആഴ്ച 2 ദിവസം ഷാമ്പു ഇട്ട് കഴുകി കൊടുക്കണം. വൈകുന്നേരം വന്നു കഴിയുമ്പോഴേ പേഞ്ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി തലയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും പേൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തുളസിയില ഞെവിടി തുളസിയിലയുടെ നീര് തലയൊട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യണം കേട്ടോ. ഞാനിതിന് മുന്നേ കാത്തുകുട്ടിക്കാണെങ്കിൽ വെളുത്തുള്ളിയും നാരങ്ങയും കൂടെ അരച്ചിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ കാത്തുകുട്ടിക്ക് പിടിച്ചില്ല. അവൾക്ക് നന്നായിട്ട് തല നീറുകയൊക്കെ ചെയ്തു കേട്ടോ. നീറി മുഖമൊക്കെ അങ്ങ് ചുമന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഈ നീറ്റലൊന്നും സഹിക്കാനുള്ള ഇത് കാണത്തില്ല. അത് കാരണം എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു ടിപ്പാണിത്. ഇതാകുമ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. തല നീറത്തില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ജലദോഷമോ അങ്ങനെയുള്ള സംഭവമൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് തലയോട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് തലമുടി നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടേ. കാത്തുകുട്ടിക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയണൊക്കെയാണ് കേട്ടോ ഈ പേൻ ശല്യം വന്നത്. തുളസിയില ഞെവിടിയെടുത്ത് തുളസിയില ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു ചീപ്പ് വെച്ചിട്ട് നമുക്ക് ചീവാം. നമ്മുടെ പേനൊക്കെ നന്നായിട്ട് മയങ്ങിയിരിക്കും കേട്ടോ. ഈ തുളസിയില ഞെവിടി തേച്ച് കഴിയുമ്പോൾ നമ്മൾ ചീപ്പ് വെച്ച് ചീവുമ്പോൾ പേനൊക്കെ അത്യാവശ്യം പോരുന്നതാണ്. ഇതുപോലെ നിങ്ങളൊരു 3-4 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ തലയിലെ പേൻ ശല്യം മാറും. നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേനെ തന്നെ കിട്ടിയിട്ടുണ്ട് കാത്തുവിൻ്റെ തലേന്ന്. നന്നായിട്ട് ഇങ്ങനെ ചീവി പേനെല്ലാം നന്നായിട്ട് കളയാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് അത്യാവശ്യം പേനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പേനുകളെ തന്നെയാണ് കിട്ടുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. രണ്ട് പേനൊക്കെ ഉണ്ട്, വലിയ മുട്ടൻ പേനെ. ഇതിനെല്ലാം കിട്ടും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് തല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.